ഹലോ, ഗുഡ് മോർണിംഗ്. വെന്നിയൂർ ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ബാഡ് ബ്രീത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, പലരും നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വായനാറ്റം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. ഇത് വലിയൊരു പ്രയാസമാണ്. പല കാരണങ്ങൾ കൊണ്ട് വായനാറ്റം സംഭവിക്കാം. നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ കാരണം നമുക്ക് വായ നാറാം. ശരിയായ രീതിയിൽ വായ വൃത്തിയാക്കാത്തത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. എന്നാൽ കൂടുതലുമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് വായയുടെ നാറ്റമല്ല, വയറിൻ്റെ നാറ്റമാണ്. നമുക്കറിയാം, നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് ശരിയായ രീതിയിൽ ദഹിക്കാതെ വന്ന് ആ ഭക്ഷണത്തിൻ്റെ ആ അവശിഷ്ടത്തിൻ്റെ ആ വയറിൽ കിടക്കുന്ന ചീഞ്ഞളിഞ്ഞ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ സ്മെല്ല് അത് വായിലൂടെ പുറത്തേക്ക് വരുന്നതാണ്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, അത്തറിൻ്റെ കുപ്പിയുടെ ആ അത്തറിൻ്റെ വാസനയാണ് അതിൻ്റെ മൂടി ടോപ്പ് തുറക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത്, അതല്ലാതെ ആ ടോപ്പിൻ്റെ വാസനയല്ല. ഇതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് അത് ശരിയായ രീതിയിൽ ദഹനം നടക്കാതെ വയറിൽ ഇരുന്ന് ശരിയായ രീതിയിലുള്ള ശോധനയില്ലാതെ വരുമ്പോഴാണ് അത് വായിലൂടെ അതിൻ്റെ നാറ്റം വരുന്നത്. ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കുക. വേസ്റ്റുകൾ ആമാശയത്തിൽ കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാൻ കൃത്യമായിട്ടുള്ള ശോധന ഉറപ്പുവരുത്തുക. ഭക്ഷണത്തിൽ നാരുകളുള്ള ഫൈബറുകളുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക. വെജിറ്റബിൾ സാലഡുകൾ ധാരാളമായിട്ട് കഴിക്കുക. കൃത്യമായിട്ടുള്ള ശോധന ഉറപ്പുവരുത്തുക. ഇതാണ് ഇതിനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള പരിഹാരം. ഇത്തരം പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സുജോക്ക് അക്യുപഞ്ചറിലൂടെ വളരെ സിമ്പിളായിക്കൊണ്ട് ഈ പ്രയാസത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനുള്ള ഒരു പരിഹാരമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സുജോക്ക് അക്യുപഞ്ചറിൽ നമ്മളിതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ കണ്ടു, നമ്മൾ ചികിത്സിക്കുന്നത് നമ്മുടെ കൈപ്പത്തിയിലാണ്. കൈപ്പത്തിയിൽ മിഡിൽ ഫിംഗറിലെ ഫസ്റ്റ് ജോയിൻറ്റ്, ഈ ജോയിൻറ്റിലാണ് ബാഡ് ബ്രീത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട പോയിൻറ്റ്. ഇവിടെ നമ്മൾ ചികിത്സിക്കേണ്ടത് സുജോക്ക് അക്യുപഞ്ചർ സീഡുകൾ കൊണ്ട് ചികിത്സിക്കാം, മറ്റ് പല വസ്തുക്കൾ കൊണ്ടും ചികിത്സിക്കാം. ഇവിടെ വായനാറ്റത്തിന് ചികിത്സിക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് ബയോൾ മാഗ്നറ്റാണ്. ബയോൾ മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ചികിത്സിക്കുന്നത്. ബയോൾ മാഗ്നറ്റ് സുജോക്ക് അക്യുപഞ്ചർ ചെയ്യുന്ന ക്ലിനിക്കുകളിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഈ കിട്ടുന്ന സ്ഥലങ്ങളെക്കുറിച്ച് അറിയിക്കാൻ സാധിക്കും. ഇത് വെന്നിയൂർ ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാദമിയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ കോഴിക്കോടുള്ള ക്ലിനിക്കിൽ ലഭ്യമാണ്. ആദവനാടുള്ള ക്ലിനിക്കിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവ അവിടെ വന്ന് വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരങ്ങളിൽ എവിടെയാണോ ഇത് ലഭിക്കുന്നത് അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കേണ്ട രീതി, ഇതേപോലുള്ള പേപ്പർ ടാപ്പിൽ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, യെല്ലോയിഷും വൈറ്റും. യെല്ലോ കളറ്, വൈറ്റ് കളറ്. ഇതിൽ യെല്ലോ ഉള്ള ഭാഗം പേപ്പർ ടാപ്പിൽ ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഈ വൈറ്റ് ഭാഗം നേരത്തെ കാണിച്ച മിഡിൽ ഫിംഗറിലെ ഫസ്റ്റ് ജോയിൻറ്റിൻ്റെ ഭാഗത്താണ് ഇത് ചികിത്സിക്കേണ്ടത്. പേപ്പർ ടാപ്പിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ച് വെക്കുക. ചുരുങ്ങിയതൊരു 5 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. ഇത് കൃത്യമായിട്ട് കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നതിലൂടെ ഈ ഒരു പ്രയാസത്തെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.